നമസ്കാരം പ്രിയമുള്ളവരെ. മെയ് 6 പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായിരുന്നു. കാരണം ഇസ്രായേലിന്റെ ആത്മാഭിമാനമായിരുന്ന ബെൻഗുറിയൻ എയർപോർട്ടിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണം, അവിടെ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു. അത് വലിയ ചർച്ചയായി, അന്താരാഷ്ട്ര തലത്തിലെ വലിയ ചർച്ചയായി. അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനത്തിന്മേലേറ്റ് വലിയ ക്ഷതമായിരുന്നു. മെയ് 6 ഇസ്രായേൽ ഇതിനെതിരെ പ്രതികാരം ഹൂതികളോട് ചെയ്യുവാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ഹൂതികളുടെ ഏറ്റവും തന്ത്രപ്രധാന തുറമുഖമായ ഹുദൈദ ആക്രമിച്ചു തകർത്തു. ഒപ്പം തന്നെ ഹൂതികളുടെ വിമാനത്താവളമായ സനയയും ആക്രമിച്ചു തകർത്തു. അവിടെ ഉണ്ടായിരുന്ന 3 യുദ്ധവിമാനങ്ങൾ, ഹൂതികൾക്ക് ആകെ ഉണ്ടായിരുന്ന 3 യുദ്ധവിമാനങ്ങളും ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ദിവസമായിരുന്നു മെയ് 6. ഒപ്പം തന്നെ ആ സമയങ്ങളിൽ തന്നെ, ആ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേതായ പ്രസ്താവനയും പുറത്തു വരികയാണ്. ഹൂതികളുമായി തങ്ങൾക്കുണ്ടായിരുന്ന സംഘർഷം തങ്ങൾ അവസാനിപ്പിക്കുകയാണ്, തങ്ങൾ ഹൂതികളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. മാത്രമല്ല, അദ്ദേഹം ഹൂതികളുടെ ആത്മധൈര്യത്തെയും അവരുടെ പോരാട്ട വീര്യത്തെയും ഒക്കെ പ്രശംസിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. കാരണം ഇസ്രായേൽ ഹൂതികൾക്കെതിരെ ഒരു യുദ്ധരംഗത്തേക്ക് വരുന്നത്, അമേരിക്കയും ഈ സമയത്ത് ഹൂതികൾക്കെതിരെ ഒരു വലിയ പട നയിക്കുകയാണ്. അതിൻ്റെ ഒരൊക്കെ അഡ്വാൻറ്റേജ് തങ്ങൾക്കും ഉണ്ടാകും എന്ന് ഇസ്രായേൽ വെറുതെ വ്യാമോഹിച്ചിരുന്നു. കാരണം ഹൂതികൾ നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു യുദ്ധം തുടങ്ങിയതിനു ശേഷം. പക്ഷെ ഒരിക്കൽ പോലും ഹൂതികളെ തിരിഞ്ഞ് ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. കാരണം ഹൂതികളുടെ കാര്യം അമേരിക്ക നോക്കിക്കോളും എന്നാണ് ഇസ്രായേൽ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഹൂതികളെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. മാത്രമല്ല, അവരുമായി ഒരു സന്ധിയിൽ ഏർപ്പെടുന്നു എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് അവരെ പ്രത്യക്ഷമായി പുകഴ്ത്തുന്ന, അവർ വലിയ പോരാട്ട വീര്യമുള്ള ആളുകളാണെന്നൊക്കെ പുകഴ്ത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസജനകമല്ല എന്നത് മാത്രമല്ല, അല്പം ഭീതിദായകം കൂടിയാണ്. കാരണം യുദ്ധത്തിന്റെ രംഗത്ത് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഒരു ഭയം ഇസ്രായേൽ നിഴലിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലിലെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹൈതമിയുടെ വാക്കുകൾ ഇതിന് ഉദാഹരണമായി എടുക്കാം. അദ്ദേഹം പറയുന്നത്, ഈ ഹൂതികളുമായിട്ട് ഒരു അനുരഞ്ജന കരാറിൽ ഏർപ്പെടുന്നതിന് ഇസ്രായേലിന്റെ അനുവാദം അമേരിക്കയ്ക്ക് ആവശ്യമില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഏകപക്ഷീയമായി തന്നെ ഇസ്രായേലിനെ അമേരിക്ക തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ഈ ഇസ്രായേലിലെ അമേരിക്കൻ അംബാസിഡറുടെ വാക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, 7 ലക്ഷത്തോളം അമേരിക്കക്കാർ, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പൗരത്വമുള്ള ആളുകൾ ഇസ്രായേലിൽ താമസമുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഹൂതികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാൽ മാത്രമേ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുള്ളൂ എന്ന് ഈ അമേരിക്കയുടെ അംബാസിഡർ, ഇസ്രായേലിലെ അംബാസിഡർ ഏകപക്ഷീയമായി വ്യക്തമാക്കുകയാണ്. അതായത് ഇസ്രായേലിന്റെ കാര്യം നോക്കുക, അമേരിക്കയുടെ കാര്യം നോക്കിക്കൊള്ളാം എന്ന രീതിയിൽ അമേരിക്ക കൂടുതൽ വ്യക്തമായി തന്നെ ഇസ്രായേലിനെ പിന്തള്ളി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, തങ്ങൾ സ്വയം പ്രതിരോധിക്കും, ഹൂതികൾക്കെതിരെയും സ്വയം പ്രതിരോധിക്കും, അമേരിക്ക ഇല്ലെങ്കിലും എന്നൊക്കെയാണ്. എന്തായാലും വലിയ വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് മൈക്ക് വാട്സ് എന്ന് പറയുന്ന അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ പുറത്താക്കിയിരുന്നു. കാരണം ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഇസ്രായേലിന്റെ സ്വാധീന വലയത്തിൽ ആയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പുറത്താക്കിയതെന്ന് ദേശീയ മാധ്യമങ്ങളും അതുപോലെ അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. മൈക്ക് ടൈംസ് അദ്ദേഹം ഈ ഇസ്രായേലിന്റെ നിരന്തരമായിട്ടുള്ള ഈ പ്രേരണ കൊണ്ട് ഇറാനെ ആക്രമിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഡൊണാൾഡ് ട്രംപിനെ ഉപദേശിക്കുന്ന അവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ പുറത്താക്കിയത്. അതായത് ഈ മൈക്ക് ടൈംസ് എന്ന് പറയുന്ന ദേശീയ പ്രതിരോധ ഉപദേഷ്ടാവ് അമേരിക്കയുടെ ഇസ്രായേലിന്റെ പിടിയിലാണ്, അഥവാ ഇസ്രായേലിന്റെ ഒരു പിന്നണി ആളാണ് എന്ന ഒരു റിപ്പോർട്ടിന്മേലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇസ്രായേലിന്റെ പിടിയിൽ നിന്ന്, അഥവാ ഇസ്രായേലിന്റെ ഒരു പ്രേരണയിൽ അമേരിക്ക പ്രവർത്തിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു എന്ന് കൂടുതൽ അന്താരാഷ്ട്ര തലങ്ങളിൽ വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്നുകൂടി ഇതിന് ഉപോത്ഫലമായി പറയുന്നുണ്ട്. കാരണം പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ്.
പശ്ചിമേഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അദ്ദേഹം സൗദി അറേബ്യ ഉൾപ്പെടെ സന്ദർശിക്കും എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇസ്രായേൽ അദ്ദേഹം സന്ദർശിക്കുന്നില്ല എന്ന ഒരു വാർത്ത കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് ഈ പശ്ചിമേഷ്യൻ കാര്യങ്ങളിൽ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുടെ അറബ് ഗൾഫ് രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു, ഇസ്രായേലിനെ കൈവിടാൻ തയ്യാറാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കാരണം അമേരിക്കയുടെ വഴി, അതായത് അമേരിക്കയ്ക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഇനി പ്രൊട്ടക്ട് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നൽകുവാൻ കഴിയുന്ന സൗദി അറേബ്യയും ഖത്തറിനെയും ഉള്ള രാജ്യങ്ങളുടെ നിർദ്ദേശം അമേരിക്ക പശ്ചിമേഷ്യൻ നിലപാടുകളിൽ കാര്യങ്ങൾ സ്വീകരിക്കുന്നു എന്ന ഒരു നിഗമനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വളരെ വ്യക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു, ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം ആകണം. അതിനപ്പുറം സൗദി അറേബ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്ന റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഇസ്രായേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം പുലർത്തുന്നതിനെ പറ്റി സൗദി അറേബ്യ ആലോചിക്കുക പോലും ഉള്ളൂ എന്ന് സൗദി അറേബ്യ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പിന്തള്ളിയെങ്കിലും ആ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി നല്ലൊരു ബന്ധമുണ്ടാക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും നമ്മൾ ഈ 2000-കളിലൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഈ പശ്ചിമേഷ്യ ഗസ ഇസ്രായേൽ സംഘർഷത്തെ അവലോകനം ചെയ്തുകൊണ്ട് എന്ന് ആ മേഖലയെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ അമേരിക്കയെ സ്വാധീനിക്കുവാൻ കഴിയുമോ അന്നു മാത്രമേ സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാജ്യം യാഥാർത്ഥ്യമാകൂ. കാരണം അത്രമേലായിരുന്നു 2000-ത്തിലും 1990-കളിലുമൊക്കെ ഇസ്രായേലിലെ ജൂത ലോബിക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്ന സ്വാധീനം. പക്ഷെ അത് വലിയ തോതിൽ ഇടിയുന്നു എന്നാണ് ഇപ്പോൾ കണക്കുകളൊക്കെ കാണിക്കുന്നത്. മറിച്ച് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളൊക്കെ വലിയ സമ്പന്ന രാജ്യങ്ങളായി കഴിഞ്ഞു. അവർക്ക് ലോക സമ്പദ് വ്യവസ്ഥയുടെ 35% കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയെ വലിയ രീതിയിൽ സ്വാധീനിക്കുവാൻ പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുന്നു. അത് ഒരു പക്ഷേ ഗസയുടെ അല്ലെങ്കിൽ ഫലസ്തീന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭയിൽ ഫ്രാൻസിന്റെയും സൗദി അറേബ്യയുടെയും നേതൃത്വത്തിൽ സ്വതന്ത്ര പാലസ്തീൻ ഒരു പ്രമേയമായി കൊണ്ടുവരാൻ പോകുന്നു എന്ന ചർച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലെ ഉയർന്ന സാമ്പത്തിക ഭദ്രത അമേരിക്കയെ സ്വാധീനിക്കുന്നതിന് വലിയ ഘടകമായി മാറിയിരിക്കുന്നു. അമേരിക്കയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അതിനനുകൂലമായി അമേരിക്കയെ മാറ്റുവാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് കഴിയുന്നു എന്ന വലിയ നിഗമനത്തിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ. എന്തായാലും തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.